മാർബിൾ കേക്ക് പ്രഷർ കുക്കറിൽ വേറെ തട്ട് വയ്ക്കാതെ തന്നെ ഉണ്ടാക്കുന്ന വിധമാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം ഇത്. ആ രീതിയാണ് കാണിക്കുന്നത്. ഇതിനായി മിക്സിയുടെ ജാറിൽ 1/4 കപ്പ് പഞ്ചസാര ഇട്ട് നന്നായി പൊടിച്ചതിന് ശേഷം 100 ഗ്രാം ബട്ടർ ഒന്ന് ചൂടാക്കി ഇട്ട് അതൊന്ന് അടിക്കണം. അതിലേക്ക് 3 മുട്ടയും ചേർത്ത് അതും നന്നായി അടിച്ചെടുക്കണം. ഈ മാവ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുള്ളിൽ ഒരു അരിപ്പയിൽ 1 കപ്പ് മൈദ എടുത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇട്ട് നന്നായി ഒന്ന് ഇടയണം. എല്ലാം നന്നായി ആ സോഡാപ്പൊടിയൊക്കെ നന്നായി മാവിലേക്ക് ഒരുപോലെ പടരാൻ വേണ്ടിയാണ് ഇടയുന്നത്. മുട്ടക്കൂട്ടിൽ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം മൈദാപ്പൊടി ഓരോ സ്പൂണായി ഇട്ട് നമുക്ക് പതുക്കെ ഇളക്കി കൊടുക്കാം. കട്ട കെട്ടാതെ ഇളക്കി കൊടുക്കണം. എല്ലാം ഇട്ട് നല്ല സ്മൂത്തായ ഒരു മാവാക്കി ഇതിനെ മാറ്റണം. അതിനുശേഷം ഇതിനെ 2 ഈക്വൽ പാർട്സ് ആക്കി നമുക്ക് 2 പാത്രത്തിലാക്കി മാറ്റാം. ഈ മഞ്ഞ കളറുള്ള മാവും ഒന്ന് കൊക്കോ പൊടി ഇട്ട് ബ്രൗൺ കളറുള്ള മാവുമാക്കി മാറ്റും. ഇതിനായി 2 സ്പൂൺ ചോക്ലേറ്റ് പൗഡറാണ് ഇടുന്നത്. അത് നന്നായി മിക്സ് ചെയ്ത് വെക്കണം. മാവിന് കട്ടി കൂടുതലാണ് എന്ന് തോന്നിയാൽ 1-2 സ്പൂൺ പാലൊഴിച്ച് കുറച്ച് കട്ടി കുറയ്ക്കാവുന്നതാണ്. ഒരു കുക്കറിൽ ബട്ടർ പേപ്പർ ഇട്ട് നന്നായി വെണ്ണ തടവി ഇത് നേരത്തെ തന്നെ ഒന്ന് ചൂടാക്കി വെച്ചിരിക്കണം. അതിലേക്ക് ഓരോ സ്പൂൺ ഈ മാവിൻ്റെ കൂട്ട് മാറ്റി മാറ്റി ഒഴിക്കണം. ആദ്യം ചോക്ലേറ്റ് കളറുള്ള മാവ് 1 സ്പൂൺ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ നടുവിലേക്ക് യെല്ലോ കളറുള്ള മാവ് ഒഴിക്കണം. വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് കളറിലുള്ള മാവ് ഒഴിക്കണം. ഇങ്ങനെ മാറ്റി മാറ്റി എല്ലാ മാവും തീരുന്നത് വരെ ഒഴിക്കാം. അല്ലെങ്കിൽ ആ കുക്കറിനകത്ത് നിറയുന്നത് വരെ നമുക്ക് ഒഴിക്കാവുന്നതാണ്. എല്ലാം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒരു കത്തി വെച്ച് വെളിയിൽ നിന്ന് നടുക്കോട്ട് വരുന്നത് പോലെ ഇതുപോലെ ഡിസൈൻ ചെയ്യാം. പൂവിൻ്റെ ഡിസൈൻ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്.
ഇതുപോലെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് ഡിസൈൻ ചെയ്യാവുന്നതാണ്. സാവകാശം ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മളിത് കുക്കർ അടയ്ക്കും. ഇതിനകത്ത് ഗ്യാസ്കറ്റോ വെയിറ്റോ ഇടുന്നില്ല. ഈ ഒരു ഇരുമ്പ് തവ നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് ആദ്യം ഒരല്പം ചൂട് കൂട്ടി തന്നെ കുറച്ചു നേരം വെച്ചിട്ട് പിന്നീട് ലോ ഫ്ലെയിമിൽ 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ വെക്കണം. ഇത് കുറച്ച് കനം കൂടുതലായതുകൊണ്ട് 1 മണിക്കൂറോളം എടുത്തു ഇത് വേവാനായിട്ട്. തീരെ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. അതിനുശേഷം വെന്തോ എന്ന് നോക്കിയതിന് ശേഷം നമുക്കിത് ചൂടാറാനായിട്ട് വയ്ക്കാം. ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് ഇത് കമത്തിയിടാം. ബട്ടർ പേപ്പർ എല്ലാം മാറ്റിയെടുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് തിരിച്ചിടാവുന്നതാണ്. നമ്മുടെ മാർബിൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിൽ ബാക്കി വന്ന മാവ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പേപ്പർ കപ്പിലേക്ക് ഇതുപോലെ ചെറിയ കപ്പ് കേക്ക് പോലെ ഉണ്ടാക്കാവുന്നതാണ്. ഇതിനായി പേപ്പർ കപ്പിൽ എണ്ണ തടവി ബാക്കി വന്ന മാവ് ഇതുപോലെ ലെയറായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മാവ് മുഴുവനും ഒഴിച്ചതിന് ശേഷം തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റീമറിൽ, ആവി വരുന്ന ഒരു സ്റ്റീമറിൽ നമ്മളൊരു തട്ട് വെച്ച് അതിലേക്ക് ഈ കപ്പ് വെക്കണം. എന്നിട്ട് അതിനെ ഒരു തുണി കൊണ്ട് മൂടി വയ്ക്കാനായിട്ട്. നന്നായി അടച്ചു വെച്ചിട്ട് ഒരു 8 മിനിറ്റ് മതിയാകും. 8-10 മിനിറ്റിനുള്ളിൽ ആ കപ്പ് കേക്ക് വേവുന്നതാണ്. ഇതുപോലെ ആവി തട്ടാതിരിക്കാനായിട്ടാണ് നമ്മൾ തുണി വയ്ക്കുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഇത് വെന്ത് കാണും. ഇതിനെ നമുക്ക് ചൂടാറി കഴിയുമ്പോൾ ഒരു പാത്രത്തിലേക്ക് എടുത്തിടാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇത് കാണുന്നത്. മുറിച്ചു കഴിഞ്ഞാൽ നല്ല ഡിസൈൻ കാണാം. വളരെ സോഫ്റ്റായ ഒരു കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.